സച്ചേട്ടൻ്റെ കല്യാണം ക്ഷണിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ അർച്ചനേച്ചി എന്ത് പറയുന്നു? അതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ കുറെ പറയണം നവീനെ. എന്തു പറ്റി? എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ അർച്ചനയും എൻ്റെ കുഞ്ഞിനെയും ഞാൻ നഷ്ടപ്പെടുത്തി. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് അവൾ കുഞ്ഞിനെ എടുത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെ തേടിയുള്ള യാത്രയാ ഇപ്പൊ എന്റെ ജീവിതം. ഒന്നും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. അർച്ചനയും കരുതിയിട്ടുണ്ടാവില്ല. എവിടേക്കോ കണക്കുകൂട്ടലുകൾ പിഴച്ചു, എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞു. അവളും മോള് എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുന്നെന്നോ ഒന്നും എനിക്കറിയില്ല നവീൻ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. വിഷമിക്കണ്ട. ഇന്നിവിടെ വരാനും പ്രാർത്ഥിക്കാനും സച്ചേട്ടന് കഴിഞ്ഞത് ഒരു നിമിത്തമായിട്ട് കരുതിയാൽ മതി. അവർ തിരികെ വരും. 3 വർഷം കഴിഞ്ഞ് ഇവിടെ വീണ്ടും ദമ്പതി പൂജ നടക്കും. അന്ന് സച്ചേട്ടൻ്റെ തൊട്ടടുത്തിരിക്കാൻ അർച്ചന ചേച്ചി ഉണ്ടാവും. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. എല്ലാ ഒരു ദിവസം നേരെയാവും. അതോടൊത്തിങ്ങനെ സങ്കടപ്പെട്ട് നടക്കാതെ നഷ്ടപ്പെട്ട ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കണം. പിന്നെ ഫണ്ടിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. അതിനൊക്കെ എന്ത് ഹെൽപ്പിനും ഞാനുണ്ടാവും. സച്ചേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഏട്ടന് ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസും കാലിബറും എനിക്ക് നന്നായിട്ടറിയാം. സച്ചേട്ട ജീവിതത്തിലുണ്ടാവുന്ന സങ്കടങ്ങൾ തൊഴിലിലും കൂടി നമ്മളെ തകർക്കാൻ അനുവദിക്കരുത്. തൽക്കാലം സച്ചേട്ടൻ എൻ്റെ കൂടെ നിൽക്ക്. എന്നിട്ട് പോയതെല്ലാം തിരിച്ചു വിളിക്കുക. അപ്പോഴേക്കും അർച്ചന ചേച്ചിയും മോളും ഒക്കെ തിരിച്ചു വരും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതാപകാലത്ത് ധാരാളം പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും ആപത്ത് കാലത്ത് ഞങ്ങളെ സഹായിച്ചില്ല. അതുകൊണ്ട് നവീൻ ഇപ്പൊ പറഞ്ഞ ഈ നല്ല വാക്കുകളുടെ വില എനിക്ക് മനസ്സിലാവും. അതിന് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. പക്ഷേ അർച്ചനയും മോളും എന്റെ ജീവിതത്തിലേക്ക് വരാതെ എന്നെ കൊണ്ടൊന്നിനും ആവില്ല. എന്റെ മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല നവീനെ. നീ ഇപ്പൊ പറഞ്ഞ ഈ വലിയ കാര്യം ഞാൻ നിഷേധിക്കുകയാണെന്ന് കരുതരുത്. ബിസിനസ്സിലുള്ള എന്റെ മിടുക്കും കഴിവും എല്ലാം എവിടെയോ പോയി. ആ പഴയ സച്ചി അല്ല ഞാനിപ്പോ. അർച്ചന പോയതോടെ ഞാൻ അല്ലാതായി മാറിപ്പോയി. നവീൻ അറിയാവുന്ന ആ പഴയ സച്ചി ശരിക്കും പറഞ്ഞാ എന്നേ മരിച്ചു. ഒരു പുനർജന്മം എനിക്ക് ഉണ്ടാവണമെങ്കിൽ എൻ്റെ അർച്ചനയും മോളും മടങ്ങി വരണം. അതിനുള്ള കാത്തിരിപ്പില്ല ഞാൻ. മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ എനിക്കാവില്ല. സച്ചേട്ടാ വേണ്ട നവീനെ. ഞാൻ നിന്റെ കൂടെ കൂടിയാ അത് നിനക്കൊരു ഉപദ്രവമാവുകയുള്ളൂ. വെറുതെ നമുക്കിടയിലുള്ള സൗഹൃദം ഇല്ലാതാക്കണ്ട. എന്നോട് ക്ഷമിക്കുക.